CPM നേതാവ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് കുമാർ, ഇപ്പോഴുണ്ടായിട്ടുള്ള കോടതിയിൽ നിന്നുള്ള വിമർശനം SIT ആലസ്യത്തിലാണ് എന്ന തരത്തിലുള്ള വിമർശനം വരുമ്പോൾ അത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് സർക്കാരിനെ തന്നെയല്ലേ? അല്ല, അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി ഈ സന്ദർഭത്തിൽ കഴിയില്ല. സ്വാഭാവികമായും ഉണ്ടാകുന്ന കോടതി നടപടിക്രമങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ രൂപത്തിലുള്ള പരാമർശം. ആ പരാമർശം ഏതെങ്കിലും തരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മുൻവിധിയായി നമ്മൾ കാണേണ്ടതായിട്ടില്ല. കൃത്യമായി അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തെ സംബന്ധിച്ച് ഏത് ഘട്ടത്തിലും അന്വേഷണത്തെ വിപുലീകരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും പ്രവർത്തനത്തെ സംബന്ധിച്ച് വിമർശിക്കാനോ ഒക്കെയുള്ള അധികാരം ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിനുണ്ട്. ആ നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ സ്വാഭാവികമായും പക്ഷേ ഈ കേസിൽ ഉന്നതർക്കടക്കം പങ്കുണ്ടെന്ന സംശയം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും ആ ഉന്നതരിലേക്ക് എത്തുന്നില്ലല്ലോ അന്വേഷണം. അല്ല, ഉന്നതരെന്ന് പറയുന്നത് നമ്മൾ അതിനെ സ്പെഷ്യലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോ നാട്ടിലുടനീളം ഇതിനകത്ത് CPMന്റെ ഒരു മുൻ MLAയും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും ഈ കേസിൽ അറസ്റ്റിലായി ജയിലിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുമ്പോൾ തന്നെ മറുഭാഗത്തു നിന്ന് അറസ്റ്റ് ചെയ്യുന്ന കോൺഗ്രസിന്റെ സംഘടനാ നേതാക്കന്മാരുടെ പേര് വിവരമോ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമോ പൂർണ്ണമായും പറയാൻ മാധ്യമങ്ങൾ പോലും മടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏകപക്ഷീയമായി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പ്രദേശത്തടക്കം വിരമിച്ചതിന് ശേഷവും ഉദ്യോഗത്തിലിരിക്കുമ്പോഴുമൊക്കെ വളരെ സജീവമായി കോൺഗ്രസിന്റെ സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാരുമായി വ്യക്തിപരമായും പൊതുബന്ധവും പുലർത്തുന്ന ആളുകൾ അറസ്റ്റ് വരിച്ചിട്ടും അതിനെയെല്ലാം അപ്പാടെ മറച്ചു വെച്ചുകൊണ്ട് നാട്ടിൽ പാരടി പാട്ടുമായി ലോക്സഭയുടെ ബഹുമാനപ്പെട്ട ലോക്സഭാ അംഗങ്ങൾ തന്നെ ലോക്സഭയുടെ മുന്നിൽ ഇത്തരത്തിലുള്ള പാർലമെന്റിന് മുന്നിൽ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഞാൻ ചോദിക്കട്ടെ, അവരുടെ പതാക വാഹകരായി എത്തിയിട്ടുള്ള ആളുകൾ അറസ്റ്റ് വരിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ഇപ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത്? അതിനെ സംബന്ധിച്ച് നിങ്ങൾ ആരെങ്കിലും അവരോട് ബൈറ്റ് എടുക്കുന്നുണ്ടോ? അവര് ഇക്കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും സത്യത്തിൽ സ്വയം വിമർശനപരമായിട്ടെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കന്മാർ തയ്യാറാകുന്നുണ്ടോ? ഏകപക്ഷീയമായി CPMന്റെ 2-3 ആളുകൾ ഇതിനകത്ത് നേരത്തെ ഇതിന്റെ നേതാക്കന്മാരായിരുന്ന ആളുകൾ പെട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വർണ്ണക്കടത്തിന്റെ മുഴുവൻ അല്ലെങ്കിൽ ആ സ്വർണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുടെയും പഴി CPMന് മേൽ ബോധപൂർവം ചുമത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവവും സംഘടിതവുമായിട്ടുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. ഏതെങ്കിലും 1-2 നേതാക്കളല്ല ശ്രീ സുരേഷ് കുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ തിരുവാഭരണ കമ്മീഷണറും ഒക്കെയാണ് അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റോ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ ഇപ്പോ അറസ്റ്റിലാകുന്ന ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരസ്യമായി പറയാൻ തയ്യാറാകുന്നുണ്ടോ? ഞങ്ങളുടെ ചില പ്രവർത്തകർക്ക് വീഴ്ച പറ്റി എന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകുന്നുണ്ടോ? എന്തിനാണ് ഇവർ ആടിനെ പട്ടിയാക്കുന്ന സമീപനം? ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ സത്യമായി തീരുന്ന ഗീവൽസിന്റെ തന്ത്രം ഈ നാട്ടിൽ വളരെ പരക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്യണ്ടേ? കോൺഗ്രസിന്റെ നേതാക്കന്മാർ അഡ്മിറ്റ് ചെയ്യണ്ടേ? കോൺഗ്രസ് നേതാക്കന്മാർ എന്താ പറയേണ്ടത്? ഞങ്ങളുടെ ആളുകൾക്കും ചില ആളുകൾക്ക് പിശക് പറ്റി എന്ന ഒരു അഡ്മിഷൻ എവിടെയെങ്കിലും ഈ കാലയളവിൽ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ പൊതുജനത കേട്ടിട്ടുണ്ടോ? ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആദരണീയനായ ശ്രീ MV ഗോവിന്ദൻ മാഷ് വളരെ കൃത്യതയോട് പറഞ്ഞു, ഞങ്ങളിൽ ചില ആളുകൾക്ക് ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്ന സംശയം ഞങ്ങൾക്കുണ്ട്. അവരെ സംരക്ഷിക്കുന്ന സമീപനം ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ത് നടപടിയാണ് പാർട്ടി എടുത്തത്? ഇന്ന് പോലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചേർന്നപ്പോഴും നടപടി എടുക്കുമെന്ന് പറയുന്നല്ലാതെ ഇതുവരെ നടപടി എടുത്തില്ലല്ലോ. അല്ല, നടപടി അവർക്ക് ഈ പാർട്ടിക്കകത്ത് അവരുടെ മേലുള്ള കുറ്റം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ പാർട്ടിക്കകത്ത് 1 ഇഞ്ച് പോലും തുടരാൻ കഴിയില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അറിയാം. കുറ്റം തെളിയിക്കുന്നതുവരെ കാത്തിരിക്കണം. ഇങ്ങനെ ഒരു പ്രതി ചേർക്കപ്പെടുന്നു. ഇത്രയും ദിവസമായി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. നിരവധി തവണ ജാമ്യാപേക്ഷ നൽകുന്നു, കോടതി തള്ളുന്നു. ഇനി ഇതിലപ്പുറം എന്താണ് വേണ്ടത് ഒരു നടപടി എടുക്കാൻ? നോക്കൂ, ബഹുമാനപ്പെട്ട ആങ്കറോട് ഞാനൊരു വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ ആളുകൾക്ക് ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട 3-4 ആളുകൾ കോൺഗ്രസിന്റെ സംഘടനയുടെ സംസ്ഥാനതല നേതാക്കന്മാരാണ്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊന്ന് വിശദമാക്കാനുള്ള ഒരു പ്രസക്തമായ ക്വസ്റ്റ്യൻ കോൺഗ്രസിന്റെ ഏതെങ്കിലും സമന്വയരായ നേതാക്കന്മാരോട് ബഹുമാനപ്പെട്ട ആങ്കർ ചോദിച്ചിട്ടുണ്ടോ? ആങ്കർ ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി ലഭ്യമാകുമെന്ന് ആങ്കർ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ക്രൂശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയ പരിശ്രമം നടത്തുമ്പോൾ മറ്റേ ഭാഗത്ത് കുറ്റകൃത്യത്തിൽ കൃത്യമായി പങ്കാളികളായിട്ടുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം
മറച്ചു വെച്ച് പഴുതുകൾ തേടി രക്ഷപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരവും ഒരുക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും അതിന്റെ ദേശീയ നേതാക്കന്മാരുമാണ് എന്നുള്ളത് വളരെ സുവ്യക്തമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടെയാണ്. അതും നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനകത്ത് നടപടിയെടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായി CPM-ന് പ്രൊസീഡിങ്സ് ഉണ്ട്. ആ പ്രൊസീഡിങ്സ് അനുസരിച്ച് കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട് എങ്കിൽ അവരെ ഒരാൾക്കും സംരക്ഷിക്കാൻ കഴിയില്ല എന്നത് CPM-ന്റെ രാഷ്ട്രീയ സംഘടനാ തത്വങ്ങൾ അറിയാവുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരു പകൽ വെളിച്ചം പോലെ നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് ആർക്കും ആരെയും സംരക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനവും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പക്ഷെ മറുഭാഗത്ത് നിങ്ങൾ നോക്കൂ, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമെങ്കിലും വിശദമാക്കാൻ ഈ ആളുകൾ തയ്യാറാകുന്നുണ്ടോ?